إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സഹോദരന്മാരെ സ്നേഹിതന്മാരെ, എല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടി നല്ല റാഹത്തോടുകൂടി നല്ല സമാധാനത്തോടുകൂടി കുറഞ്ഞൊരു സമയം ഒരു 10 മിനിറ്റ് എല്ലാവരും ഇരുന്നാൽ തിരക്കുകളില്ല. സംസാരം തീരെ പാടില്ല, അനങ്ങാണ്ട് നിൽക്കുക. ചെറിയ പൈതങ്ങളോട് നമ്മൾ പറഞ്ഞാൽ അത് നടക്കില്ല. ഒരു പറയുന്നവർ പറഞ്ഞോട്ടെ, ബാക്കിയുള്ള അതിൽ മുതിർന്ന ആൾക്കാർ അതിനെപ്പറ്റി ശ്രദ്ധിക്കുക എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എന്നോട് അവതരിപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. ഒരുപാട് കാര്യങ്ങൾ എന്നോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഞങ്ങളോട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ എനിക്ക് മറുതിയില്ലല്ലോ റബ്ബേ. ഇവിടുത്തെ വളരെയധികം വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരെല്ലാം ഇനി കണക്കെടുത്തുകൊണ്ട് അവർക്കൊരു സന്തോഷവും സമാധാനവും ഇനി കൊടുക്കണം തമ്പുരാനെ. അവർ ശരീരത്തിലുള്ളയും നമ്മുടെ ശരീരത്തിലുള്ളയും മക്കളും മക്കളും കുടുംബാദികളും ഭാര്യമാരും എല്ലാം ഉള്ള എല്ലാവരും ഒരുപാട് ആളുകൾ സംഘടിച്ച ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് റഹ്മാൻ റഹീമായ അല്ലാഹ് അതിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഇനി അതിനുള്ള എല്ലാം ഒരു സമാധാനവും സന്തോഷവും ഇനി കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറഞ്ഞ ആരും പോരാ, ഇങ്ങാരും കേൾക്കൊന്നുമില്ല. വർത്താനം നിർത്തിയിട്ട് ആമീൻ നല്ല ഓർമ്മയോടുകൂടെ നല്ല ഹൃദയത്തോടുകൂടെ പറയണം. കാരണം ഞാൻ അതിനൊരു കാരണം പറഞ്ഞില്ല. നമ്മുടെ ശരീരത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു പറയാണ്, ചെറിയൊരു ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്. ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്ന് അള്ളാഹു പറഞ്ഞ ആയത്തായി. എന്താ പറഞ്ഞതെന്നറിയോ? ലഇൻ ശകർതും, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ, ഗുണങ്ങളുടെ കാര്യങ്ങൾ തന്നിക്കില്ലേ, ഒരുപാട് നിഅമത്തുകളിലും ഞാൻ തന്നിക്കില്ലേ. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നിഅമത്തുകളും ഒരുപാട് സംഗതികളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നക്കും, ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ. സഹോദരിമാരെ, നിങ്ങൾക്ക് എന്തെല്ലാം നിഅമത്തുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയുന്നത്. നമ്മുടെ ശരീരത്തെപ്പറ്റി ആലോചിച്ച് നോക്ക്. കണ്ണില്ലാത്തവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. കാലില്ലാത്തവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തർക്കും ഏത് കോലത്തിലെല്ലാം നടക്കുന്ന പോകുന്നതും വരുന്നതുമില്ല. അതെല്ലാം ചിന്തിച്ച് നോക്കുന്നതാണെങ്കിൽ നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹ് ചെയ്ത നിഅമത്ത് മറക്കണം. ഞങ്ങൾക്കും ചെയ്ത നിഅമത്ത് വലിയൊരു നിഅമത്താണ്. അതാണ് അള്ളാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ
ല അസീദന്നക്കും ഇപ്പം ഉള്ളതിലും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും തന്നുകൊണ്ടിരിക്കും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് പറയാണ്, അതിനെ നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ നിസാരമാക്കി തള്ളുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, ശക്തിയായ അദാബുണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. അല്ലാഹ് പറഞ്ഞ വാക്കാത്. ഞാൻ ഇപ്പം പോരുമ്പോൾ എൻ്റെ അന്ന് എഴുതി ഉണ്ടാക്കിയൊന്നുമല്ല. അപ്പോൾ എന്നെ മറന്നാൽ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു നമ്മളാകെ മറന്നു വരും. അള്ളാഹുവെ, ഞങ്ങളെ വിവരക്കുറവ് കൊണ്ടും ഞങ്ങളെ അറിവില്ലായ്മ കൊണ്ടും വല്ല പോരായ്മകളും വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അതെല്ലാം ഇനി പുറത്ത് മാഫ് ചെയ്യണേ റഹ്മാനെ. അതെല്ലാം ഞങ്ങൾക്ക് നീ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളെ വിവരക്കേട് കൊണ്ടും ഞങ്ങളെ അറിവില്ലായതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാഫ് ചെയ്യണം തമ്പുരാനെ. അതിനല്ല, അത് കാരണം ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഈ ലോകത്ത് വെച്ചും നാളെ പരലോകത്ത് വെച്ചും അത് കാരണത്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റബ്ബേ. ഇത് അള്ളാഹു പറഞ്ഞ വാക്കായി പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മഹലിലുള്ളതായ മുഴുവൻ ആളുകളും കൂടി നല്ലതായ ഒരു ഒത്തൊരുമതായ നല്ലതായ ഒരു യോജിപ്പുണ്ടതായത് സംഘം എന്ന് പറഞ്ഞാൽ നല്ല ഒത്തൊരുമയോടുകൂടി, നല്ല റാഹത്തോടുകൂടി, നല്ല സന്തോഷത്തോടുകൂടി നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുകയും വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങേയറ്റം ഉത്സാഹിക്കേണ്ടത്. അതായത് ഭർത്താവില്ലാതെ കുട്ടികൾക്ക് നല്ലതായ ഭർത്താക്കന്മാർ നമ്മൾ നോക്കിയെടുക്കുക. അതായത് പെണ്ണുങ്ങളിൽ സ്ത്രീകളില്ലാത്തതായ അവർക്ക് നല്ലതായ സ്ത്രീകളെ നോക്കിയെടുത്ത് നല്ല സന്തോഷം നിലക്ക് ഇരുഭാഗവും നല്ല റാഹത്തും സന്തോഷവും ഉള്ളതായ നിലക്ക് എത്തിക്കുക. ഇങ്ങനെല്ലാം എത്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ് സംഗമം എന്ന് പറയുന്നത്. നിങ്ങളെന്താ മനസ്സിലാക്കി? 10,000 തോറുന്ന ചോദിക്കും 10,000 ഉറുപ്പിക എടുത്താൽ കൊടുക്കല. ഇതെല്ലാം തന്നെയാണ് സഹായം. വലിയ സഹായിച്ചിരുന്നയോ സാധപ്പം എന്നെ പോലത്തെ ആളെ ബുദ്ധിമുട്ടുന്നയാളും ബേജാറാകുന്നയാളും ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? ഓരോല്ലാം സഹായിക്കുക, സാധുക്കളെ സംരക്ഷിക്കുക. അതിന് പ്രതിഫലം അള്ളാഹ് കൊടുക്കും. അതാ അള്ളാഹ് പറഞ്ഞ് വലയും കഫർത്തു, അതിനെ നിങ്ങൾ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ, അത് നിസാരമാക്കി തള്ളുന്നാണെങ്കിൽ ലയും കഫർത്തും ഇന്ന അദാബി ലശദീദ്, ശക്തിയായ അദാബുണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ ഇരിക്കുകയില്ല എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ? പിന്നെ എന്ത് തെളിവായി നമുക്ക് വേണ്ടി? ഖുർആനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നമ്മൾ ഈ സദസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടല്ലോ. റഹ്മാൻ റഹീമാ റബ്ബേ, അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ടും ഓസുല്ലാഹ് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ടും റിഫായ് ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ടും അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളെയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും നിഅമത്തും ചെയ്തു തരണേ പടച്ചവനെ. ഞങ്ങളെ രോഗം കൊണ്ട് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കന്മാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കളെ മക്കൾ, കുടുംബാദികൾ, ബന്ധുക്കൾ, ഉസ്താദുമാർ, മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, മുദരിസന്മാർ, മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നിഅമത്തും ചെയ്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്ത് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകൾ പോയി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും സമാധാനവും നീ കൊടുത്ത് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവർക്ക് യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മശക്കത്തുകളോ ബേജാറുകളോ ഒന്നുമില്ലാത്ത നല്ലതായ നിലയ്ക്ക് റാഹത്തിലാക്കി കൊടുത്ത് സന്തോഷപ്പെടുത്തണേ റഹ്മാനേ. اللهم أوصل وبلغ مثل ثواب ما قرأنا وما صليناه. هذه هدية واصلة ورحمة نازلة وبركة شاملة.
منا إلى حضرة روح نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم ثم إلى أرواح الأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرة أرواح أصحابه البدريين والوحديين والعنينيين والخندقيين والهديبيين والتبوقيين والخيبريين وسائر الشهداء وبقية الصحابة كلهم أجمعين وإلى حضرة أرواح السادات البدريين رضوان الله تعالى عنهم أجمعين أرحم الراحمين തമ്പുരാനെ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് മുഴുവൻ ഒരുവിധ ആളുകളെല്ലാം നിൻ്റെ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞില്ലേ റഹ്മാനായ റബ്ബേ അവർക്ക് സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ അവരെ നീ ബേജാറിലാക്കല്ലേ അല്ലാ അവരെ നീ വിഷമത്തിലാക്കല്ലേ തമ്പുരാനെ അവർക്ക് നീ സന്തോഷം കൊടുക്കണം അല്ലാ ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും എല്ലാ കുടുംബത്തിനും എല്ലാം റാഹത്തും സന്തോഷവും സമാധാനവും നീ കൊടുത്ത് റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരെ നീ ബേജാറിലാക്കല്ലേ അല്ലാ അല്ലാഹുവേ അതുമാത്രമല്ല പിന്നെയും ഇങ്ങനെ പല തവണയായിട്ടും പല വിധത്തിലുള്ള പ്രാർത്ഥന ഇവിടെ നടത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അല്ലാഹുവേ നീ റാഹത്തും സന്തോഷവും കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ പറമ്പിലപ്പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരെല്ലാം ഇന്ന് പറമ്പിലപ്പള്ളി മൈതാനിയിൽ കിടക്കുന്നുണ്ട് അവരെ കബറുകളെല്ലാം അല്ലാഹുവേ സ്വർഗമാക്കി കൊടുക്കണമേ അല്ലാ അവരെ കബറുകളെല്ലാം സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ അവർക്ക് സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ റഹ്മാനെ അവിടെ വെച്ച് വല്ല വീഴ്ചകളോ വല്ല പോരായ്മകളോ അവരിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നിൻ്റെ ഹബീബിൻ്റെ ബർക്കത്തുണ്ടു അതെല്ലാം നീ അവർക്ക് പുറത്ത് കൊടുക്കണേ അല്ലാ അവർക്ക് നീ പുറത്ത് സന്തോഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ അത് കാരണമായിട്ട് അവരെ നീ ബുദ്ധിമുട്ടിലും ബേജാറിലും ആക്കല്ലേ അല്ലാ അല്ലാഹുവേ അവരെ മക്കൾക്കും മക്കളെക്കും കുടുംബങ്ങൾക്കും എല്ലാ രോഗത്തിനെയും നീ സുഖപ്പെടുത്തി കൊടുക്കണേ പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ اللهم انصرنا من شر الظالمين اللهم انصرنا من شر الظالمين اللهم انصرنا من شر الظالمين اللهم انصرنا من شر الساحرين اللهم انصرنا من شر العائنين اللهم انصرنا من شر العائنين اللهم انصرنا من شر الساحرين اللهم انصرنا من شر الشياطين اللهم انصرنا من شر الشياطين اللهم انصرنا من شر النمامين اللهم انصرنا من شر النمامين അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങൾക്കെല്ലാവർക്കും റാഹത്തും സന്തോഷവും നീ നിൻ്റെ കൃപയോടുകൂടെ നിന്നെ ബഹുമാനപ്പെട്ടതായ തൗഫീഖ് ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളൊക്കെ മരിച്ച് കവറുന്ന മണ്ണറയിൽ വെച്ച് കഴിഞ്ഞാൽ മുങ്കറിന് കീറി വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന പരീക്ഷകളില്ലേ ആ പരീക്ഷകളിൽ ഞങ്ങളെ നീ എല്ലാവരെയും വിജയിപ്പിക്കണേ അല്ലാ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ അവിടെ വെച്ച് ആരെയും പരാജയപ്പെടുത്തല്ലേ അല്ലാ റാഹത്തും സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ اللهم ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹുവേ, ഇവിടുന്ന് ആദ്യ ജീവ വായിച്ച് നിങ്ങൾക്കെല്ലാം കേൾപ്പിച്ചതായ ആ കേൾക്കലില്ലേ റഹ്മാൻ റഹീമായ തമ്പുരാനെ, അതിനുള്ള എല്ലാ പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിനുള്ള സന്തോഷവും സമാധാനവും നീ കൊടുത്ത് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. ببركة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയതായ സലാത്തിന നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളാ ശരീഫിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിൻ്റെ ഹബീബിൻ്റെ റൗളാ ശരീഫിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നിൻ്റെ ഹബീബായ നബീൻ്റെ ബർക്കത്തോട് ഞങ്ങൾക്ക് റാഹത്തും സന്തോഷവും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും കുടുംബാദികൾക്കും ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്കും എല്ലാവർക്കും നീ തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. ഇനിയൊക്കെ പോയി കൂടെ മഹല്ല സംഗമത്തിൻ്റെ ഈ സദസ്സിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സീദി അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ കമ്മിറ്റി പ്രതിനിധികളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ബൃഹത്തായ ഒരു സംഗമത്തിലാണ് ഞാൻ സംഗമിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും സംഘാടകരുടെയും കമ്മിറ്റിയുടെ എല്ലാം കണക്കൂട്ടുകൾക്ക് അപ്പുറമാണ് അള്ളാഹു ഇതിൻ്റെ വിജയം എത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അന്ത്യം വരേക്കും അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തെരുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നിർവഹിക്കാനും നിറവേറ്റാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 ദിവസങ്ങളായി ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. അതൊക്കെ മാറി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരമകാര്യം കൊണ്ട് തന്നെ വമ്പിച്ച വിജയമാക്കി. ജനബാഹുല്യം കൊണ്ടും സംഘാടനം കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി നടത്താൻ കഴിയൂ. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. ഈ പരിപാടിക്ക് ഈ കൂടുതൽ നീട്ടിപ്പരത്തുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ നവാസ് പാലേരിയുടെ പരിപാടിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഖത്തർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാർത്ഥനാ സദസ്സ് അവസാനിക്കുമ്പോൾ അടുത്തതായി വേദിയിൽ സ്മൃതി പദം അരങ്ങേറുകയാണ്. അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് സജ്ജീകരണം ഉണ്ട്, കാത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാടിപ്പറയാം ജീവിത നന്മകൾ എന്ന നവാസ് പാലേരിയുടെ
പരിപാടിയോടുകൂടി ഈ സമാപനം കുറിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, പടിഞ്ഞാറ് ഏറാമല പഞ്ചായത്തിലെ കാർത്തികപ്പള്ളിയും വടക്ക് പുറമേരി പഞ്ചായത്തിലെ മുതുവടത്തൂരും തെക്ക് വില്യാപ്പള്ളി പഞ്ചായത്തിലെ വില്യാപ്പള്ളിയും കിഴക്ക് ആയഞ്ചേരി പഞ്ചായത്തിലെ കല്ലേരിയും അതിരിടുന്ന കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ മെഡിയേരി എന്ന ഉൾഗ്രാമം. കല്ലേരിയിലും പൊന്മേരിയിലും മണ്ണമ്പറത്തും സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ 3 ക്ഷേത്രങ്ങൾക്കും നടുവിലായി 5 നേരവും തൗഹീദിന്റെ വിളംബരം ചെയ്യുന്ന ഫാറൂഖ് മസ്ജിദ് മിനാരം ഉയർന്നു നിൽക്കുന്ന മെഡിയേരി എന്ന കൊച്ചുഗ്രാമം. കല്ലേരിക്കനാലിന്റെ ഓളങ്ങളെ തഴുകിത്തലോടുന്ന കാറ്റും പച്ചവിരിച്ച വയലുകളും തനിനാട്ടുംപുറത്തുകാരായ പ്രദേശവാസികളാലും ഗ്രാമീണ സൗന്ദര്യം മുറ്റി നിൽക്കുന്ന നാട്. ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാൻ പാകത്തിലുള്ള അടയാളപ്പെടുത്തലുകളോ മറക്കാൻ ശ്രമിക്കുന്ന പേട്ടുകഥകളോ പറയാനില്ലാത്ത മനോഹരമായ നാട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തോടെ വാഴുന്ന നാട്. 99% പാരമ്പര്യ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ മധുരസ്മരണകൾ നിലനിർത്തുന്ന നാട്. അധികാര വടംവലികളോ സംഘടനാ പക്ഷപാതിത്വങ്ങളോ വിഭാഗീയ ചിന്തകളോ കടന്നുവരാത്ത മഹിതമായ പരസ്പര ഐക്യവും സാഹോദര്യവും നിലനിൽക്കുന്ന നാട്. മെഡിയേരിയിലെ ഹൃദയഭാഗത്ത് ഉഗ്രപ്രതാപിയായി തലയുയർത്തി നിൽക്കുന്നത് ഫാറൂഖ് മസ്ജിദ് എന്ന പുനർനാമകരണം ചെയ്ത പൊന്മേരി ജുമാ മസ്ജിദ് തന്നെയാണ് ഈ നാടിന്റെ വെളിച്ചവും തെളിച്ചവും. ഈ മഹല്ല് പള്ളിക്കുമുണ്ട് ഒരു കഥ പറയാൻ. 1979-80 കാലഘട്ടം. കാലത്തിന്റെ ഒഴുക്കിൽ ദിശയറിയാതെ അലയുകയായിരുന്ന ഒരു ജനത. ആ ജനതയ്ക്ക് മുമ്പിൽ ഇസ്ലാമിക സംസ്കാരത്തെയും മതബോധത്തെയും പരിചയപ്പെടുത്തി അതുവഴി സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ പരിശ്രമത്തിന്റെ കഥ. അന്ന് ഏരിയപ്പള്ളി മഹലിന്റെയും പറമ്പിൽ മഹലിന്റെയും ഭാഗമായിരുന്ന ഈ പ്രദേശം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇന്ന് ജുമാ ഉണ്ട്, നീ പോരുന്നോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ. ആവശ്യത്തിന് റോഡുകളോ വാഹനങ്ങളോ പള്ളികളോ ഇല്ലാതെ അന്നത്തെ അഷ്ടിക്ക് വക കണ്ടെത്താൻ പാടത്തും പറമ്പിലും പണിയെടുത്ത് ജീവിതം തള്ളി നീക്കുന്ന സാധാരണക്കാരായ ജനത. ആ കാലത്ത് നിന്നും ഇന്ന് നാം കാണുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വളർച്ചയ്ക്ക് പിന്നിൽ ഈ പള്ളിയും അതിന് നേതൃത്വം കൊടുത്തവരും തുടക്കമിട്ടവരുമടക്കം അനേകം നിസ്വാർത്ഥമതികൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. 1979-80 കാലഘട്ടത്തിലാണ് മെഡിയേരി പ്രദേശത്ത് പള്ളി എന്ന ആശയം അന്നത്തെ നിസ്വാർത്ഥമതികളായ ദീനീ സ്നേഹികളുടെ മനസ്സിൽ അങ്കുരിക്കുന്നത്. അവർ പള്ളി നിർമ്മിക്കുക എന്ന ആശയവുമായി പ്രദേശത്തെ ദീനീ പഠനത്തിന്റെ കേന്ദ്രമായ നജാത്തുസ്സിബിയാൻ മദ്രസയിൽ ഒത്തുകൂടി. കക്കുളങ്ങര ഇബ്രാഹിം ഹാജി അന്ന് പള്ളിക്ക് സ്ഥലം വാഗ്ദാനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. സദസ് തക്ബീർ വിളികളോടെ അത് സ്വീകരിച്ചു. തുടർന്ന് നടന്നത് ചരിത്രം. നാടൊന്നിച്ചു ഒരു പള്ളി പണിയാനുള്ള ശ്രമത്തിന് തുടക്കം കുറിച്ചു. ഒട്ടനവധി നിസ്വാർത്ഥമതികൾ അവരുടെ പങ്ക് ഈ സദുദ്യമത്തിൽ സന്നിവേശിപ്പിച്ചു. പള്ളിക്കാവശ്യമായ മരം നൽകാൻ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്ന നെല്ലിയോട്ട് കുഞ്ഞബ്ദുള്ള ഹാജി അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്നും വെട്ടിയ വരിക്കപ്പിലാവ് പള്ളിക്കാവശ്യമായ കട്ടിലയും ജാലകവും നിർമ്മിക്കാൻ ഉതകുന്നതായിരുന്നു. ഒപ്പം ആദ്യത്തെ മിമ്പർ നൽകിയതും അദ്ദേഹമായിരുന്നു. കുടിവെള്ള സ്രോതസ്സിനായി കിണർ നിർമ്മിച്ചു നൽകിയത് പുല്ലാറോട്ട് മൊയ്തു ഹാജി അവറുകളുമായിരുന്നു. പള്ളിയുടെ എഞ്ചിനീയർ വർക്കുകൾ ചെയ്തിരുന്നത് കുയിമ്പിൽ കുഞ്ഞമ്മദ് അവറുകളായിരുന്നു. 1982 സൂഫി വര്യനും പ്രശസ്ത പണ്ഡിതനുമായ കിയനോർ എന്നറിയപ്പെടുന്ന കീഴണ കുഞ്ഞബ്ദുള്ള മുസല്ലിയാർ എന്ന മഹാമനീഷിയാൽ പൊന്മേരി ജുമാ മസ്ജിദ് എന്ന ജുമായത്ത് പള്ളി വഖഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മെഡിയേരിയിൽ ആദ്യത്തെ ജുമാ നിസ്കാരം നടന്നു.
തച്ചറുകണ്ടി ഇബ്രാഹിം മുസല്ലിയാറായിരുന്നു ആദ്യത്തെ മഹല്ല് ഖാദി. ആദ്യത്തെ മുഅദ്ദിനായി നാമേവരും സ്നേഹത്തോടെ സദറുസ്താദ് എന്ന് വിളിക്കാറുള്ള ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുസല്ലിയാറായിരുന്നു. മഹല്ലിന്റെ പ്രഥമ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത് മർഹൂം ഏലത്ത് മൊയ്തു ഹാജി എന്ന തിരുവങ്ങോത്ത് മൊയ്തു ഹാജി ആയിരുന്നു. ഇപ്പോൾ വാർദ്ധക്യ സഹജമായ പ്രയാസത്തിലുള്ള കുന്നത്ത് ഇബ്രാഹിം ഹാജി ആയിരുന്നു പ്രഥമ സെക്രട്ടറി. മലയിൽ അബ്ദുള്ള സാഹിബ്, മെടിയേരി മായിൻകുട്ടി ഹാജി, കക്കുളങ്ങര അമ്മദ് കാക്ക, നെല്ലിയോട്ട് കുഞ്ഞമ്മദ് ഹാജി, വേട്ടന്നൂർ അമ്മദ് ഹാജി, പിലാക്കണ്ടി കുഞ്ഞബ്ദുള്ള ഹാജി, മൂടാടി മൊയ്തു മുൻഷി, പറമ്പത്ത് അബ്ദുള്ള ഹാജി, കോങ്ങോട്ട് അമ്മദ് ഹാജി, ചീലാട്ടുപുറത്ത് മൂസക്ക, അങ്ങനെ മൺമറഞ്ഞു പോയ നിരവധി അനവധി ആളുകൾ ഈ ഉദ്യമത്തിന്റെ ഭാഗവാക്കായിരുന്നു. അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. 2002 ഇന്ന് ഈ കാണുന്ന വലിയ മിനാരത്തോടു കൂടിയുള്ള പള്ളി യാഥാർത്ഥ്യമാവുന്നത്. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചുപോയ പഴയ പള്ളി പുതുക്കിപ്പണിയുന്നതിൽ ഖത്തർ, ബഹ്റൈൻ കമ്മിറ്റികളുടെയും മറ്റ് ഇതര ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെയും പങ്ക് വലുതാണ്. 2002 ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പുതിയ പള്ളി ഉദ്ഘാടനം ചെയ്തത്. കക്കുളങ്ങര ഇബ്രാഹിം ഹാജി പ്രസിഡന്റും മലയിൽ ഖാദർ മാസ്റ്റർ സെക്രട്ടറിയും തച്ചറുവയൽ മൂസ ഹാജി ട്രഷററുമായ കമ്മിറ്റിയാണ് പുതുക്കിയ പള്ളിയുടെ പണി പൂർത്തീകരണം നടത്തിയത്. നിരവധി അനവധി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുകയും ലക്ഷക്കണക്കിന് രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതിയും ഭക്ഷണക്കിറ്റ് വിതരണവും മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. 2016 മഹല്ല് കമ്മിറ്റിയും വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച മജ്ലിസുൽ ഇൽമ് എന്ന പ്രഭാഷണ പരമ്പര കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു. തണൽ അബ്ദുള്ള ഹാജി ചെയർമാനായി നടത്തിയ ആ പ്രോഗ്രാം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടിരുന്നു. അവർ അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുന്ന മഹല്ല് ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി മഹല്ലിലെ വീടുകളിൽ സർവേ നടത്തി വിവരങ്ങൾ ക്രോഡീകരിച്ച് അതനുസരിച്ച് വീടുകൾക്ക് നമ്പർ നൽകി വരിസംഖ്യ പ്രാവർത്തികമാക്കുന്നതിൽ അറഫ മൊയ്തു ഹാജി പ്രസിഡന്റായ കമ്മിറ്റി വളരെയേറെ പ്രശംസ പിടിച്ചുപറ്റി. കുയിമ്പിൽ കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പരിപാലന കമ്മിറ്റി മഹല്ല് ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. പ്രവാസ ലോകത്തും ശക്തമായ കമ്മിറ്റികൾ ഈ മഹല്ല് സംവിധാനത്തിലുണ്ട്. ഖത്തറിൽ TK അബൂബക്കറിന്റെയും മലയിൽ നാസർ ഹാജിയുടെയും നേതൃത്വത്തിലും, ബഹ്റൈനിൽ തണൽ അബ്ദുള്ള ഹാജിയും മലയിൽ ഇസ്മായിലിന്റെയും സക്കീറിന്റെയും നേതൃത്വത്തിലും കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഇനിയും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ഈ മഹല്ലത്തിനെ ഉന്നതിയിലേക്ക് നയിക്കാൻ നിലവിലുള്ള കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറുവിവരണം ഇവിടെ നിർത്തുന്നു.